Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വന്യമൃഗഭീതിയിൽ കാലടി പ്ലാന്റേഷൻ തൊഴിലാളികളും പ്രദേശവാസികളും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ ആരോപിക്കുന്നു. 300ഓളം ആനകളുണ്ട് പക്ഷേ അത് മാനേജ്മെന്റിന് യാതൊരു ശ്രദ്ധയില്ല. തൊഴിലാളികൾ അവരുടെ ജീവൻ പണയം വെച്ചാൽ ഇവിടെ പണിയെടുക്കുന്നത്. ഒരു ആന വരുമ്പോൾ എങ്ങനെ നിൽക്കണം, എങ്ങോട്ട് മാറി നിൽക്കണം എന്ന് സ്വയം പഠിച്ച്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഗുരുതരമായിട്ടുള്ള അത്യാപത്തുകൾ ഇവിടെ ഇപ്പോൾ സംഭവിക്കാത്തത്. ഗവൺമെൻറ്റിൽ നിന്ന് ഇപ്പോൾ ഒരു 10-15 ലക്ഷം റുപ്യയുടെ ഫെൻസിങ് പദ്ധതിയൊക്കെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രായോഗികമായിട്ടില്ല. ഈ മഴ കഴിഞ്ഞിട്ട് വേണം. ആന, പുലി, പന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ പ്രദേശമാണ് കാലടി പ്ലാന്റേഷൻ മേഖല. റേഷൻ കടകൾ, മറ്റു കെട്ടിടങ്ങൾ തുടങ്ങി കാട്ടാനകൾ കൂട്ടമായി എത്തി പല തവണയായി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പ്രദേശത്ത് പുലിയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ തൊഴിലാളികൾക്ക് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായതുകൊണ്ട് ജോലി ചെയ്യാനും ഇവിടെ താമസിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ തൊഴിലാളികളാണ്. ഇവിടെ തോട്ടത്തിനകത്ത് തന്നെയാണ് താമസിക്കുന്നത്. ആനകളുടെ ശല്യമാണ് പ്രത്യേകം പറഞ്ഞിട്ട് കാര്യമില്ല. നിരന്തരം ആനയുടെ ശല്യമാണ്. കെട്ടിടങ്ങൾ തറക്കുക, രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തേക്ക് വരിക. അതുമൂലം ഞങ്ങൾക്ക് രാത്രി ഉറങ്ങാനോ ജീവനോ ഭയപ്പാടോടുകൂടി ഉറങ്ങാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല നിലവിൽ. പിന്നീടുള്ള അവസ്ഥ പുലി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അയ്യമ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വാഴച്ചാൽ ഡിഫൈനും മലയാറ്റി ഡിഫൈനും വിളിച്ച് സംയുക്തമായിട്ട് യോഗം പഞ്ചായത്തിന് വെച്ചിരുന്നു. അന്ന് നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്ത് പുലി ഇറങ്ങുന്ന കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. പുലിനെ പലവട്ടം ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം പുലി വന്ന് സ്കൂൾ കോമ്പൗണ്ടിലായിട്ട് പശുവിനെ പിടിച്ചത് കൊന്നത്. ഇതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ പ്ലാന്റേഷൻ തോട്ടത്തിൽ പല ഭാഗത്ത് ഇഞ്ചക്കാടുകൾ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അത് മാനേജ്മെൻറ്റ് ഇടപെട്ട് JCB കൊണ്ടുവന്ന് അത് കട പിഴുത് കളഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു ഇഞ്ചക്കാട് എന്നുള്ള സ്കൂളിൻ്റെ ഭാഗത്ത് വലിയ ഇഞ്ചക്കാട് വളർന്നുണ്ട്. ഇത് പുലിയുടെ താളമായിട്ട് മാറിയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. കാരണം പലവട്ടം ഇവിടെ പുലിനെ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇഞ്ചക്കാട് വെട്ടിത്തെളിച്ചപ്പോൾ പുലികൾ റോഡിലേക്ക് ഇറങ്ങുകയും തൊട്ടടുത്ത സ്കൂൾ പരിസരത്ത് വെച്ച് പശുവിനെ കൊന്നിടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നാട്ടുകാർ ചേർന്നാണ് ചത്ത പശുവിനെ കുഴിച്ചു മൂടിയത്. അതിനുശേഷം പ്ലാന്റേഷൻ തൊഴിലാളികളും സ്കൂൾ വിദ്യാർത്ഥികളുമെല്ലാം ഏറെ ഭയത്തോടുകൂടിയാണ് ഇതുവഴി സഞ്ചരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ചുറ്റുവട്ടത്ത് നമ്മളെടുത്ത് നോക്കുമ്പോൾ ഡയറക്റ്റ് തൊഴിലാളി ഒരാൾ മരിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് ഒരു 4ഓടത്തോളം പേര് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ആനയുടെ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ജോലി അല്ലാത്ത സമയത്ത് പശുക്കളെ മേയ്ക്കാൻ പോയിട്ടുള്ളവരൊക്കെ ആയിട്ടുള്ള മരണമടയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അടിയന്തരമായിട്ട് ഇവിടെ ആളുകൾക്ക് ജീവിച്ചു പോകണമെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇത് മൊത്തമായിട്ടൊരു ഫെൻസിങ്, ഈ ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാറ്റൂർ ഡിവിഷനും അതിരപ്പള്ളി ഡിവിഷനും വാഴച്ചാൽ ഡിവിഷനും ഒരു സംയുക്തമായിട്ട് ഇവിടെ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ തന്നെ 2 വർഷം മുമ്പ് IBയിൽ വിളിച്ച കോൺഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുകയും പ്രൊജക്റ്റ് ആവുകയും ഇന്നിപ്പോൾ ഏകദേശം 140 കോടി അല്ലേ, 114 കോടി രൂപ ഇന്ന് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. ഇതുകൂടാതെ കാലടി പ്ലാന്റേഷൻ സ്കൂൾ റൂമിന്റെ സീലിംഗ് പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അടിയന്തരമായിട്ട് ഇന്നിപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് മാത്രമേ ഇവിടെ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ റീപ്ലാന്റിംഗ് ആയി. ഈ റീപ്ലാന്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മരങ്ങൾ മുഴുവൻ ആനയും മറ്റും മൃഗങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തൈകൾ വെക്കുന്ന സമയത്ത് മ്ലാവ്, മാൻ ഇങ്ങനെയുള്ളവർ കയറിയിട്ട് കടിച്ച് തിന്നാൽ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ വരും. പല പ്ലാന്റിങ്ങുകളിലും മുമ്പ് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുള്ളതെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ റീപ്ലാന്റിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതുകൂടി ഇടുകയും പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ പ്രത്യേകിച്ചൊരു മാനദണ്ഡം കൂടി വന്നാൽ മാത്രമേ ഈ സ്ഥാപനം, ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മൊബൈൽ നെറ്റ്വർക്കിന്റെ പ്രശ്നവും രൂക്ഷമാണിവിടെ. BSNL ടവറിന്റെ പണി കഴിഞ്ഞിട്ടും അത് പ്രവർത്തനക്ഷമമല്ല. മൊബൈൽ ടവർ ഞങ്ങൾ റേഞ്ച് ഇല്ലാത്ത ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക്
മൊബൈലിൽ വിളിക്കാൻ പോലും പോകണി 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മൊബൈൽ നെറ്റ് കണക്ഷൻ ഉള്ളൂ. റേഞ്ച് നിരന്തരം പഞ്ചായത്തിൻ്റെയും ഇവിടുത്തെ തൊഴിലാളിയുടെ ആവശ്യപ്രകാരം ഒരു ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് മൊബൈൽ ടവർ BSNL പണി കഴിപ്പിച്ചിരുന്നു. എന്നാൽ അതിന് KSEB 13 ലക്ഷം രൂപ അടയ്ക്കാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇന്നും മൊബൈൽ ടവർ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. മാനേജ്മെൻറ്റോ BSNLോ 13 ലക്ഷം അടയ്ക്കില്ല. ബസ് സൗകര്യം കുറവായതിനാൽ തൊഴിലാളികൾക്ക് ജോലിക്കെത്താൻ പോലും കഴിയുന്നില്ലെന്നും വന്യമൃഗങ്ങളെ പേടിച്ച് പലരും ജോലി നിർത്തിപ്പോകുന്ന സാഹചര്യമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നും പ്ലാന്റേഷൻ കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു പറയുന്നു. പ്ലാന്റേഷനകത്ത് ഇപ്പോൾ കാട്ടാനയുടെ ശല്യം, പുലിയുടെ ശല്യം നിലയ്ക്ക് ഉള്ള ഒരു വലിയ പ്രശ്നം നിലയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അതിരാവിലെ റബ്ബർ ടാപ്പിങ്ങിന് എത്തിച്ചേരുന്ന തൊഴിലാളികളെ ഇപ്പോൾ നിലവിൽ കാട്ടാന ശല്യം നിലയ്ക്ക് അവർക്ക് സമയത്ത് ജോലിക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിലാണ് അവർ കാട്ടാന ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെയാണ് ഇപ്പോൾ പുലികളിപ്പോൾ നമ്മുടെ പ്ലാന്റേഷൻ സ്കൂളിൽ, പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ പുലി വന്ന് അവിടെ ഉണ്ടായിരുന്നൊരു പശുവിനെ ഇപ്പോൾ ഇന്ന് ഇട്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഭീതിതമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. മാനേജ്മെൻ്റ് ആണെങ്കിൽ ഇതൊക്കെ വേണ്ടത്ര ഗൗരവത്തോടുകൂടി എടുക്കാത്ത പ്രശ്നമുണ്ട്. മാനേജ്മെൻറ്റ് പൊതുവിൽ ഇതിൻ്റെ ആസ്ഥാനം കോട്ടയത്തായതുകൊണ്ടും അവർ ഇതിൻ്റെ ഒരു ഫലപ്രദമായൊരു കാര്യങ്ങൾ ഇവിടെ ഇടപെടൽ നിലയ്ക്ക് മാനേജ്മെൻറ്റ് നടത്തുന്നില്ല. അതിൻ്റെ പോരായ്മ നന്നായിട്ട് നമ്മളുടെ ഈ പ്ലാനേഴ്സ് സംബന്ധിച്ച് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട DFOൻ്റെ അടുത്തും ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് അധികാരിയുടെ അടുത്തും പലവട്ടം പറഞ്ഞിട്ട് പോലും അതിനകത്ത് ശക്തമായ ഇടപെടലില്ലാത്തതിന് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ 2 വട്ടം സമരം നടത്തി കഴിഞ്ഞു. ഒരു പ്രാവശ്യം കോട്ടയം ഹെഡ് ഓഫീസിൽ പോയി സമരം നടത്തി. അതുകൂടാതെ ഇവിടെ നിലയ്ക്ക് ഞങ്ങൾ ഡിവിഷൻ ബേസ് ചെയ്ത് സമരം നടത്തി. അപ്പോൾ ഇത് തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് പ്ലാന്റേഷൻ കോർപ്പറേഷനകത്തുള്ള CAT യൂണിയൻ നിലപാട് നിലയ്ക്ക് ഇവിടെ അറിയിക്കാനുള്ളത്. ആദിവാസി മേഖലകളിൽ വരെ ടവർ വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് ഗവൺമെൻറ് ഇന്ന് റേഞ്ച് കിട്ടാനായിട്ടുള്ള എല്ലാ ആദിവാസി മേഖലയിലുള്ള സൗകര്യമുണ്ട്. പക്ഷേ അവരെക്കാൾ ദുരിതത്തിലുള്ള കേരളത്തിലെ ഏക സ്ഥലം ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനാണ്. അപ്പോൾ അതിനും ഗവൺമെൻറ് ഇത് കൃത്യമായിട്ട് ഇടപെടണം. അതിനകത്ത് വന്ന ഒരുപാട് ദുരിതങ്ങൾ ഇപ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ റേഞ്ച് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അതാത് സ്ഥിതി ചെയ്യുന്നത് ഓൺലൈനിലായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊന്നും അവിടുത്തെ അധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളുടെ പഠനത്തെ വരെ ഇത് ബാധിക്കുകയാണ്. ടീച്ചർമാരുടെ ഇതിനെ ബാധിക്കുന്നു. കുട്ടികൾക്കൊന്ന് വന്നു കഴിഞ്ഞാൽ വൈകി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് അവരൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി അറിയിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന സ്ഥിതിയില്ല. അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോമ്പൗണ്ട് മതിലില്ലാത്തതിൻ്റെ പ്രശ്നം അത് ഈ പറയുന്ന ഫെൻസിങ് വന്നാൽ ചെറുക്കും. പക്ഷേ സ്കൂളിൽ ചുറ്റുമതിലില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ അത് വേറെ അവിടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.